ഹായ് ഗായ്സ്, ഞാനൊരു യാത്ര പോവാണ്. എങ്ങോട്ടാണെന്ന് പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ ഞെട്ടിക്കുന്നില്ല. പക്ഷേ വേറൊരു ഞെട്ടിക്കുന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെറും 2 രൂപയ്ക്ക് അൺലിമിറ്റഡ് 3 മണിക്കൂറത്തേന് ഫുഡ്. ഞെട്ടിയില്ലേ? അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആലോചിച്ച് പോകും, ഇത് ഇന്ത്യയിലുള്ളൊരു സ്ഥലമാണോ? അതിമനോഹരമായ ഇൻറ്റീരിയർ വർക്ക്, ആംബിയൻസ് എല്ലാം കൊണ്ടും പൊളി. ബൊഫേ ആണെന്ന് പറഞ്ഞാൽ ഈ കണ്ണി കണ്ട കടച്ചാണ്ടി ഒന്നും ഞാൻ വാരി തിന്നത്തില്ല. എനിക്ക് വേണ്ടിയത് സ്പെസിഫിക് ആയിട്ട് ഞാൻ നോക്കി സെലക്ട് ചെയ്ത് മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ. എന്തിനാ നമ്മളായിട്ട് കമൻറ്റ് ബോക്സ് നിറച്ച് ഓസിന് കിട്ടിയ ആസിഡും വാരി തിന്നുന്നവനാണെന്ന് പറയിപ്പിക്കുന്നത്? എങ്ങനെ പോയാലും ഇവിടുത്തെ എല്ലാ ഡിഷും ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആദ്യം ഞാൻ ട്രൈ ചെയ്തത് ബ്രെഡ് ടോസ്റ്റും സ്വീറ്റ് കോണും ഉരുളക്കിഴങ്ങും. ബ്രെഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രണ്ടാമത് ഞാൻ എടുത്തത് പുലാവും സോസേജും. പിന്നെ ഇവിടെ ലൈവായിട്ട് ഓംപ്ലേറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ഡബിൾ ഓംപ്ലേറ്റും ബുൾസയും എല്ലാം ഉണ്ട്. ഞാനൊരു ഡബിൾ ഓംപ്ലേറ്റ് അങ്ങ് പൊക്കി സ്പൂണും കൊണ്ട് കഴിക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പറ്റുന്നില്ല, മുറിയുന്നില്ല. ഉടനെ തന്നെ ഒരു ആയുധം കൂടി എടുത്ത് സെറ്റ് ചെയ്ത് അതങ്ങ് കഴിച്ചു. ലൈവ് മുട്ട കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ലൈവായിട്ട് ദോശ ഇവിടെ കിട്ടുമെന്ന് അറിഞ്ഞത്. ഒന്നും നോക്കിയില്ല, മസാല ദോശ അങ്ങ് സെറ്റ് ചെയ്തു. മുട്ടയാണേലും ദോശയാണേലും ഉണ്ടാക്കുന്ന ഷെഫുമാർ വിഷയമാണ്. ഒരു മസാല ദോശ മടക്കി ഒടിച്ച് പ്ലേറ്റിലിട്ട് ഞാനങ്ങോട്ട് ടേബിളിൽ പോയിരുന്ന് കഴിപ്പ് തുടങ്ങി. വിഷയമെന്ന് പറയാമല്ലോ, ടേസ്റ്റ് വേറെ ലെവലാണ്. അടുത്തത് ഇഡലി എടുത്തു. ആ വെളുത്ത ഇഡലിയുടെ ഭാഗം കണ്ടാൽ തോന്നുന്നു അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങി വന്നേ ഉള്ളെന്ന്. അവസാനം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ബ്രെഡും എടുത്തപ്പോൾ എൻ്റെ വയർ എന്നോട് പറഞ്ഞു, കത്തി താഴെ വെക്കട. അങ്ങനെ വയർ പറഞ്ഞതനുസരിച്ച് ഞാൻ എഴുന്നേറ്റ് സ്ഥലം വിട്ടു. ആൾക്കാർ ഓൾറെഡി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഇവൻ ഈ കച്ചവടം പൂട്ടിക്കാൻ വേണ്ടി വന്നതാണെന്നുള്ള രീതിയിൽ. അങ്ങനെ ആരുടെയും കണ്ണിപ്പെടാതെ ഒരു കോഫിയൊക്കെ കുടിച്ച് ഞാൻ റിലാക്സ് ചെയ്ത് എൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇനി നിങ്ങളോട് പറയാമല്ലോ, ഞാൻ പോകാൻ പോകുന്നത് കശ്മീരിലോട്ടാണ്. ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ കശ്മീരിൽ പോകേണ്ട ആവശ്യം എന്താണെന്ന് എല്ലാവരും എന്നോട് ചോദിച്ചു. പക്ഷേ ഞാനും എൻ്റെ കൂട്ടുകാരും മാസങ്ങൾക്ക് മുമ്പ് സെലക്ട് ചെയ്തതാണ് ഈ ട്രാവൽ ഡെസ്റ്റിനേഷൻ. ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പോൾ കശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ലാൻഡ് സ്ലൈഡ്, പിന്നെ ടെററിസ്റ്റ് അറ്റാക്ക്, അതും ടൂറിസ്റ്റുകളെ വെടിവെക്കുന്നു, കൊല്ലുന്നു. 2 ദിവസം മുമ്പായിരുന്നു ഞാൻ അവിടെ എത്തിയിരുന്നെങ്കിൽ ഈ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നേനെ. ഇനിയിപ്പോൾ എയർപോർട്ടിൽ നിങ്ങൾക്കറിയാവുന്നതായിരിക്കും, പക്ഷെ ഞാൻ പറയാമല്ലോ, ക്രെഡിറ്റ് കാർഡിന് ഓഫർ ഉണ്ടെങ്കിൽ 2 രൂപയ്ക്ക് ലോഞ്ച് ആക്സസ് ചെയ്യാം. അതും ട്രിപ്പ് തുടങ്ങുന്നതിൻ്റെ 3 മണിക്കൂർ മുമ്പ് മുതൽ. ഫുഡെല്ലാം കഴിച്ച് ഞാൻ ലോഞ്ചിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ലോഞ്ചുകാരപ്പം തന്നെ എൻ്റെ ക്രെഡിറ്റ് കാർഡുകാരെ വിളിച്ചിട്ട് പറഞ്ഞ ഒരേ ഒരു കാര്യം, ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ഇതിന്റെ കാശ് ഞാൻ തരാം, തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. അപ്പോൾ ഈ കശ്മീർ ട്രിപ്പിൻ്റെ വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അവിടെ എന്താ നടക്കുന്നതെന്നും അവിടുത്തെ സിറ്റുവേഷൻ ശരിക്കും എന്താണ്, അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ താമസിക്കുന്നത്, അവിടുത്തെ ആൾക്കാർക്ക് നമ്മളോട് എന്താ പറയാൻ അവർ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നത്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.